അതിന് മുന്നേ ആയിട്ട് ഞാൻ സോറി പറയാണ് കേട്ടോ. കാരണം എന്നോട് ഇതേപോലെ ആക്കി. പക്ഷെ എനിക്ക് നമ്മുടെ ചെടികളൊക്കെ വെട്ടി ഞാൻ മൊബൈൽ നന്നാക്കിയിട്ട് ഇങ്ങനെ ചാലു കോരിയ കാരണേ എല്ലാവർക്കും നല്ല ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വയോട്ടാ വയോ, നമുക്ക് ഇരുമ്പമ്പുളി പൊട്ടിക്കാട്ടാവാ. നമുക്ക് ഈ നായിലൊക്കെ ഉപയോഗിക്കണം. അപ്പൊ അതൊരിക്കും ഇരുമ്പമ്പുളി ആയിട്ട് നമ്മൾ ഉണ്ടാകുന്നത്. നിറയെ ഇരുമ്പമ്പുളി ആയിരുന്നു കേട്ടോ. കുറേ കൊഴിഞ്ഞു പോയതാണ്. അവർക്ക് നമ്മുടെ ഇരുമ്പമ്പുളി വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു ആവശ്യത്തിൽ ഓടി വരണം. ഒരു 3-4 പോയെങ്കിലും എപ്പോഴും നമ്മൾ നിൽക്കുന്നുണ്ടാവും. എപ്പോഴും കിട്ടും ചെയ്യട്ടാ. അപ്പൊ ഞാൻ ഒരു തരം കണ്ടിട്ട് കണ്ട പോവേണ്ട ഇരുമ്പുള്ള സ്റ്റെപ്പ് കണ്ടോ. അത് 100 സ്റ്റെപ്പായിട്ട് എപ്പോഴും ഇതിന് ഇരുമ്പുള്ളി ഉണ്ടാവും. അപ്പൊ കുറേ ഉണ്ടായിരുന്നു. അതേ കണ്ടു അടിയിൽ ഞാൻ കുറച്ച് നേരത്തെ അടിച്ച് വരി കളഞ്ഞതാട്ടാ. അപ്പൊ നമുക്ക് അയിലക്കറിയിൽ ഇരുമ്പുമ്പുളി ഇട്ട് വെച്ചാൽ അയില ചാള അങ്ങനത്തെ ഇരുമ്പുമ്പുളി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ അങ്ങനെ വയ്ക്കാറുണ്ട്. കഴിഞ്ഞല്ലോ അമ്മയുടെ ഇരുമ്പുമ്പുളി പൊട്ടിക്കൽ കഴിഞ്ഞു കേട്ടോ. അമ്മയുടെ കുട്ടികളൊക്കെ കിടന്നു. ഇവിടെ നല്ല കാണ്ടല്ല അവിടെ കിടക്കാൻ നല്ല സുഖമാണ്. അതെ കുട്ടിപ്പട്ടണമുണ്ട്. ഞാൻ എപ്പോഴും വന്ന് കിടക്കാൻ പറയുന്ന സ്ഥലം ഇവിടെയാണ്. കാരണം എന്താണെന്ന് പറയും, ഇതൊരു ജാതിമരാണ്. ഈ ജാതിയുടെ അടിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. നമുക്ക് തന്നെ നല്ല നട്ടിച്ച് വേണ്ടിട്ട് പോലും ഇതിനടിയിൽ വന്നിട്ടിപ്പോൾ ഒരു പ്രത്യേക കൂളിങ്ങാണ്. പക്ഷേ കുട്ടിപ്പട്ടണങ്ങള് അതൊന്നും കൂട്ടാക്കില്ല. ഇപ്പൊ നമ്മുടെ ഇരുമ്പുമ്പുളി പൊട്ടിക്കാൻ വന്ന കാരണം അവരോട് വന്ന് കിടന്നു. ഇനിയിപ്പോൾ ഞാൻ ഈ ഇരുമ്പുമ്പുളി പൊട്ടിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പോയാ അപ്പം അങ്ങോട്ട് പോയിട്ട് നമ്മളിങ്ങോട്ട് തിരിച്ച് കാണില്ല എന്ന് കാണുമ്പോൾ എല്ലാവരും എണീറ്റ് അങ്ങോട്ട് വരും. അങ്ങനെയാണ് ഇവര്. ഓരോരുത്തരായിട്ട് വരും. നമ്മുടെ കുട്ടികൾ ഇതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് നമ്മളെ കാണാതെ ഒരു സെക്കൻഡ് പോലും ഇരിക്കില്ല അവര്. നമ്മളെവിടേക്കോ പോണേ അങ്ങനെ ഇപ്പൊ വേണ്ട. നമ്മളിവിടെ വന്നു, ഇവിടെ വന്ന് കാവിൽ നിന്നു. ഞാൻ അങ്ങനെ കയറി പോണോടുകൂടി അവരുടെ കെടുക്കൂട്ടാ നോക്കിയോളൂട്ടാ. പിന്നെ കിടക്കാൻ വേണം. പിന്നെ കിടക്കണം പല്ലേ കേട്ടാ. കുറച്ച് കഴിഞ്ഞ് വരാട്ടാ. അമ്മ ഇവിടെ എന്ത് ചെയ്യണെന്നറിയോ, ഇന്നലെ ഞാൻ അമ്മയും കൂടിയിട്ട് തലയില് തേക്കാറില്ല, എണ്ണ മുറുക്കി. അപ്പൊ 1 വർഷത്തോളായിട്ട് ഞാൻ തലയിൽ എണ്ണയൊന്നും മുറുക്കി തേക്കാറില്ല. എന്താ പറയാ, അതങ്ങനെ അങ്ങനെ ചെയ്യാണ്ട് പോയിവിടെ അങ്ങനെ. അപ്പൊ ഈ വട്ടം അമ്മ വന്നപ്പോ അമ്മ പറഞ്ഞു, തലയാണിങ്ങനെ ഓരോ ദിവസം തോറും മുടി ഇങ്ങനെ കുറെ ഊരിയൊന്നും പോണില്ല, പക്ഷെ പുതിയതായിട്ട് ആരും മുളയ്ക്കണ്ടായിട്ട് എനിക്ക് കാണാനില്ല. അപ്പൊ അമ്മ പറഞ്ഞു, സാധാരണ എണ്ണ മുറുക്കി തേക്കാറില്ല, നമുക്ക് ആ എണ്ണ മുറുക്കാന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിയിൽ ഞാൻ അമ്മയും കൂടി എണ്ണ മുറുക്കി. അപ്പൊ എണ്ണ ഇതാ ചൂടായി, അല്ല ചൂടായില്ല, ചൂടാറി. അപ്പൊ അമ്മ അത് ജഗ്ഗിലായിട്ട് പകർത്തി വെക്കാട്ടാ. അപ്പൊ കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ എണ്ണ മുറുക്കി. അല്ല വെളിച്ചെണ്ണയുള്ള കാരണം അമ്മ പകർത്തി കൂടുതൽ മുറുക്കാം. അപ്പൊ നീ ഇടയ്ക്കിടയ്ക്കുള്ള ഈ മുറുക്കൽ കുറയ്ക്കാലോ എന്ന് പറഞ്ഞിട്ടേ അപ്പൊ അതമ്മ പാത്രത്തിലാക്കണതാ. അപ്പൊ ഞാനിതാ ഇരുമ്പുമ്പുളിക്ക് നന്നാക്കിയിട്ട് മീൻ കറിക്ക് വെച്ചിട്ട് അതിലേക്ക് അമ്മ നന്നാക്കി കൊണ്ടു തന്നൂട്ടാ. ഇനിയിപ്പോ വെച്ചാൽ മതി ഞാന്. അപ്പൊ ഞാനിതാ നമ്മുടെ മീൻകറി ഇതാ അടുപ്പത്തേക്ക് കയറ്റാണ് കേട്ടാ. അപ്പൊ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ അതേപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നാളികേരം പാലൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മള് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് വേറട്ടെ.
അപ്പൊ എന്റെ മീൻകറി അപ്പളെ മീനൊക്കെ അടപ്പത്തിട്ട് വെന്തിരിക്കുന്ന അമ്മേടെ വെളിച്ചെണ്ണ പകർത്തലൊക്കെ കഴിഞ്ഞു കേട്ടാ. പകർത്തില് ഞാൻ വില കാണുമ്പോ തന്നെ ഇപ്പൊ ഒരു വെളിച്ചെണ്ണ കുട്ടി പോലെ. കാരണം എന്തെല്ലാം ആവുമ്പോ നമുക്കറിയാലോ പകർത്തും കഴിഞ്ഞാവുമ്പോ തലയിലേക്ക് പറ്റാകുമ്പോ കുളിക്കല്ലോ റെഡി പാകത്തിന് കിട്ടാം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു പിടി ചീരുകൂടി കഴിഞ്ഞു വന്നത് തോര വയ്ക്കാൻ വെച്ചിട്ട് ഞാൻ അമ്മ ഇപ്പൊ അത് കഴിഞ്ഞാൽ അമ്മ കുളിക്കാനും പോകും. അപ്പം എൻ്റെ മീൻകറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് നമ്മൾ താളിച്ചതൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് പരക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ആ ചീനച്ചെടിയിൽ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നമ്മുടെ ചീരയും കൂടി റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ. നമ്മുടെ കുട്ടിപ്പട്ട നിങ്ങൾ നോക്കിയേ കണ്ടോ, ഇങ്ങനെ നാളികേരത് ചകിരൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഇതേപോലെ ആക്കി എടുക്കട്ടെ അവര്. മെസ്സിക്കുട്ട അത് തരാൻ പറ്റില്ല ഒരെണ്ണൊന്നല്ല. അതായത് ഇപ്പുറത്തേക്ക് നോക്കിയേ മെസ്സിക്കുട്ട നമുക്ക് കാട്ടെടുക്കാം വട പറഞ്ഞോണേ തരുവാ. ഈ കുട്ടികളുടെ പണിയാണ് കാലയുടെ പൊളിച്ചില്ലേ പോലെ ഉറ്റി കൊണ്ട് നടത്തുന്നത് കണ്ടോ. ആയിരത്തിനൊക്കെ മാറ്റി മാറ്റാൻ വേണ്ട മെസ്സിക്കുട്ട, ഇത് വേണ്ട നമ്മുടെ പൊന്നുണ്ട്. ഇതേപോലെ ഇപ്പൊ പച്ചനാളികേരം കിട്ടി. അപ്പൊ അത് കൊണ്ടുവച്ചു നല്ല സുഖം പൊളിക്കാനായിട്ട് ഒക്കെ ആയിട്ടുള്ളതാ. ഇതൊക്കെ പറയുമ്പോ നമ്മുടെ ഒരാൾ നോക്കി ചിരിച്ചിരിക്കണേ. അങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അവനറിയാം അവനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങളെ കുറിച്ചല്ലേ പറയണേ നല്ല പോലെ. എന്റെ മോനെ കുറിച്ച് പറഞ്ഞു. എന്റെ മോനൊക്കെ ഞാൻ വിളിക്കുന്നത് മെസ്സിക്കുട്ടനെയും അതിന്റെ എന്റെ കല്യാണി കുട്ടിട്ടാ നമ്മുടെ മെസ്സിക്കുട്ടനെ ഇട്ടിട്ടത് മെതിക്കിട്ട് കുഞ്ഞു കളിയായിട്ടാ. അതിനെ കുറിച്ചുള്ള കളിയല്ലാട്ടത് തമാശക്ക് വെറുതെ മുറിച്ച് പിടിക്കുമല്ലോ, വെറുതെ ഇങ്ങനെ കളിക്കും. കാരണം 7-6 ആങ്ങളന്മാരും നമ്മുടെ കല്യാണി കുട്ടീനെ ഒന്നും ചെയ്യില്ല. അവളെ എന്തൊക്കെയോ ചെയ്യണതനുസരിച്ച് അവര് എന്താ പറയാ അവളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കും. നല്ല രസമാണ് കല്യാണി കുട്ടി. കുറുമ്പ് പെണ്ണായിട്ടാണ്. അതായത് നമ്മൾ പറയില്ല കുഞ്ഞു കുഞ്ഞു കുറുമ്പുകൾ അങ്ങനത്തെ കുറുമ്പ്. അവളിങ്ങനെ ഈ ചെക്കന്മാരൊന്നും ഒരു ആക്റ്റീവ് ആവൂല. അവളുള്ള കാരണമാണ് അവർ ഇത്രയും ഇതായിട്ടിരിക്കുന്നത്. അല്ലോ നല്ല കളികൾ അവര് അതെ വെച്ചിരിക്കും കൊടുക്കാൻ. ഞാനിവിടെ കളിക്കാറുണ്ട്. അപ്പൊ ഇവരുടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ. അപ്പൊ ഞാൻ ഇന്ന് എന്തിട്ടാ ചെയ്യുന്നത്, നമ്മുടെ നോക്കിയേ ബോഗൻവില്ലയിലൊന്നും പൂക്കളില്ലാണ്ടായി. അതെങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴയും കാറ്റൊക്കെ വന്ന സമയം ആ സമയത്ത് നമ്മുടെ ബോഗൻവില്ലയ്ക്ക് പൂക്കളൊക്കെ പൊഴിക്കും. പിന്നെ ബോഗൻവില്ലയ്ക്ക് നല്ല വെയില് വെള്ളം കുറവാണല്ലോ ആവശ്യം. അപ്പൊ മഴ കൂടുകയാണെങ്കിൽ പൂവിൻ്റെ മച്ചില്ല അവിടെ നീട്ടുന്നത്. അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ വെട്ടി ഒതുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേയിട്ട് തന്നെ എന്നോട് സോറി പറയാണ്. കാരണം എന്താണെങ്കിൽ എന്നോട് പലപ്പോഴും പറഞ്ഞ ഒരു കമൻറ്റാണ്, അതായത് ചെടികളൊക്കെ ഒന്ന് ഒരുമിച്ച് കാണിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൂടെ അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു ഇനി അടുത്തൊരു ചെടികളുടെ വീഡിയോ പിടിക്കണം എന്നുള്ളത്. കാരണം നമുക്ക് പറമ്പിലത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്നും പറമ്പിലേക്ക് പോകണ ഓരോ കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് അപ്പം തന്നെ വീഡിയോ പിടിക്കാൻ എളുപ്പമാണ്. ചെടികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം പച്ചക്കറികൾ നോക്കുന്ന ടൈം ഇവർക്ക് ആവശ്യമില്ല. അപ്പോൾ അധിക സമയം ഇവരുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ദിവസം ചെടികൾ പിടിക്കാനൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മഴയും കാറ്റും ഒക്കെ ആയിട്ട് വന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ വെട്ടി അടുത്ത് പൊടിച്ച് വരുമ്പോൾ പൂവൊക്കെ ആയിട്ട് വരും. അപ്പം ഞാൻ ചെടികൾ കാണിച്ചു തരാം. എല്ലാ ചെടികളും തിരിച്ച് ഇതൊക്കെ പിന്നെ ഇവിടെ ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോഗൻവില്ലയ്ക്ക് ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി, പിന്നെ നമ്മുടെ പറയാമല്ലോ ഞാൻ കപ്പലിൻ്റെ പിള്ളാക്ക് കഞ്ഞിവെള്ളത്തിൽ ഒരാഴ്ച ഇട്ടിട്ട് കുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി എത്രയാണ് എടുക്കണേ അതിൻ്റെ ഇരട്ടി 4 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കാറ്. ഇപ്പം എനിക്കത് ഒഴിക്കാനും എന്താ പറയുക ഗ്യാപ്പ് വരില്ലേ. കാരണം എന്താണെന്ന് പറയുന്നത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളിൽ ഈ ചാണകവെള്ളത്തിൻ്റെ മണം കിട്ടി കഴിഞ്ഞാൽ ഈ ചട്ടിൽ കിടന്ന് വാന്തും. അവർ ചാണം തിന്നേ. അപ്പം ഞാൻ ചെയ്യിപ്പിക്കണില്ല അവരെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാത്തതിൻ്റെ കുറച്ച് പൂക്കൾ കുറയും ചെയ്യൂട്ടോ. അങ്ങനെയുണ്ട്. നല്ല കുറ്റിയൊക്കെ വെച്ചേട്ടാ. നല്ല സുഖമായിട്ട് ഈ കത്രിക കണ്ടോ, നല്ല രസമായിട്ട് ഇങ്ങനെ ആവും. രസാനൊക്കെ നല്ല എളുപ്പമാണ്. കല്യാണിയേ ഞാനിത് റൊണാൾഡോ മോനോ റൊണാൾഡോ മുള്ളൊക്കെ ഇന്നിട്ടാ നീങ്ങി തൊള്ളാൻ ഇവിടെ കുട്ടികളെ. ഇനി അതൊക്കെ 4 ഭാഗത്തേക്ക് ആക്കും നമ്മുടെ കുട്ടികളെ. അവിടെ
കളി കഴിച്ചിട്ടില്ല മെസ്സി കൂട്ടിലും കല്യാണിയും അവര് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണ്ട ഇവിടെ എവിടെ നമ്മൾ പോയിട്ട് പിന്നെ ഷായിട്ടില്ലേ ഇതേ ആ പറമ്പിൽ വൃത്തിയാക്കണ്ടിട്ട് നമ്മുടെ കൈചോട്ടം മത്തയുടെ കാര്യം കാണിച്ചില്ലേ ആ ഭാഗമൊക്കെ ഇതേ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ഷായിട്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഈ ഒരു ഭാഗം മത്തയ്ക്ക് ഇങ്ങനെ പടർന്ന് നമ്മളതൊക്കെ ഇങ്ങനെ ഒരു ഇതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയ ഷായിട്ട് ആ ഭാഗത്തൊക്കെ നോക്കിയേ ഓരോന്നും ചെത്തി കൂട്ടി കടക്കിലിടാട്ടോ. അതൊരു പപ്പയാട്ടോ അതേ കണ്ടോ ഇതേപോലെ ആക്കി. പക്ഷെ എനിക്ക് നമ്മുടെ ചെടികളൊക്കെ വെട്ടി കഴിഞ്ഞാൽ എനിക്കുള്ളൊരു പണിയുണ്ട് കേട്ടോ. നമ്മുടെ ഭാസ്കര മുളകിൻ്റെ ഇടയിലുള്ള പുല്ല് അത് എൻ്റെ കുഞ്ഞു കൈക്കോട്ടാണ്ട് തന്നെ എനിക്ക് ആക്കണം. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചെയ്യുള്ളൂ. പക്ഷെ ഷായേട്ടൻ ഇങ്ങനെയുള്ള ഭാഗമൊക്കെ അല്ലേ ഷായേട്ടാ? അതെന്തായാലും നമുക്ക് ആക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പച്ചമുളകിൻ്റെ കടയിൽ പോകും. അപ്പം അതെനിക്കുണ്ട് കണ്ടോ ഇതേപോലെ വൃത്തിയാക്കി. അപ്പം പിന്നെ എന്നോട് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മഞ്ഞ പപ്പായയുടെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാനത് പറഞ്ഞാൽ കാട്ടി തരാം കേട്ടോ. പൊട്ടിച്ചിട്ട് കത്തിരിക്കട്ടെ. നോക്കിയേ അതായത് പച്ച നമുക്ക് നല്ല പച്ചയായിട്ട് തന്നെ സാധാ പപ്പായ വെക്കുന്ന പോലെ തന്നെ കറി വയ്ക്കാം. അയ്യോ കയ്യിൽ പോയി സാരില്ല കയ്യിൽ നിന്ന് പോയി. ഇതേപോലെ നിറച്ച് കൂരി വയ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഇങ്ങനെയാണ് ഇരിക്കണേ. എൻ്റെ ഇത് കയ്യിൽ നിന്ന് പോയതല്ലേ ഇതിവിടെ കിടന്നോട്ടെ. ഞാനിവിടെ തിന്ന് കാട്ടിത്തരാം. അപ്പം ഇത് ചെറുതായിട്ടൊരു മധുരരസമായിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല എന്താ പറയുക സാധാ പപ്പായ തിന്നണ പോലെ തന്നെയായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനൊരു ചെടികളൊക്കെ വെട്ടട്ടെ. ഷെഡ് ഞാൻ അങ്ങോട്ട് പോവാട്ടാ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ വെട്ടി കഴിഞ്ഞു. ഇനി ഒന്ന് വൃത്തിയാക്കി എടുക്കില്ല കേട്ടാ. കല്യാണിയെ നീക്ക് പോഞ്ഞ മേലിക്കാവും. ഇത് വാലുമ്പോഴുണ്ട് സൂക്ഷിക്കണ്ടേ മുള്ളായ കാരണേ. എന്ത് പിന്നെ ഫ്ലൈറ്റിന് പോനെ ഫ്ലൈറ്റിന് വിട്ടേ.
ഇത് കൊണ്ട് കളയട്ടെ. ഇങ്ങനെ ചാല് കോരിയ കാരണേ ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ നമുക്ക് ചാലിൽ കൊണ്ടുവന്ന് ഇടും ചെയ്യാം. കുറേ കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റ് പോലെയാവും. അപ്പോൾ നമുക്കതൊക്കെ കോരി നമ്മുടെ പച്ചക്കറി തൈകൾക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാൻ പറ്റേ. മുള്ളായ കാരണത്തിന് ബുദ്ധിമുട്ട്. ചായയൊക്കെ നോക്കിയാൽ എൻ്റെ അവിടുത്തെ ഈ കൊമ്പുകളൊക്കെ വെട്ടി കഴിയുമ്പോഴേക്ക് ചായയുടെ ആകാണ്ട് കുറേ വൃത്തിയായി കിട്ടി. എൻ്റെ മുളകിനെ കിട്ടിയുള്ള ചേട്ടാ എൻ്റെ കുഞ്ഞു കൈക്കോട്ട് കണ്ടിട്ടാ നമ്മൾ കഴിഞ്ഞ വട്ടം കളച്ചിട്ടത് ഇത് പെട്ടെന്ന് മക്കൾക്ക് മേടിച്ചിട്ടൊന്നും ഇത് പെട്ടാവോ? കൈക്കോട്ട് കാണാണ്ടൊക്കെ ഇരിക്കണത്. എനിക്ക് മറ്റേ മുളകിൻ്റെ ഇടയിലത്തെ പുല്ല് ചേർക്കണേ കുഞ്ഞു കൈക്കോട്ട് വേണേ. കൈക്കോട്ട് ഞാൻ കട്ടെടുത്തു. ഞാൻ റോഡിലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഡ് സൈഡിലായിട്ട് കുറച്ച് പുല്ല് നിന്നിരുന്നു. അപ്പോൾ അത് കെട്ടാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് എന്ത് പണി എടുത്തതെന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കൈക്കോട്ട് ഇരിക്കുന്നത് ഫ്രണ്ടിലാണുള്ളത്. കിട്ടിയാലേ നമ്മുടെ ഈ മുളക് നോക്കിയേ എത്ര നാളെ നമുക്ക് ഇങ്ങനെ മുളക് കിട്ടി തുടങ്ങിയിട്ട്. ഇപ്പോഴും നോക്കിട്ടാ മുളക് മറച്ച് പൂ നോക്കിയേണ്ടാ. അപ്പൊ നമ്മൾ ഈ പുല്ലിനെ മാത്രം ഇങ്ങനെ ആക്കിയിടണുള്ളൂ. ഇതിൻ്റെ ഇടയിലേ ഇങ്ങനെ ചെത്ത എന്തെങ്കിലും സൈഡിൽ കൊണ്ട് പറ്റില്ലേ, വലിയ കൈക്കൂട്ട് പിടിച്ചിട്ടേ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ സൈഡ് അതൊക്കെ ചെത്തും. പുല്ല് മാത്രം കുടഞ്ഞ് നമ്മുടെ തെങ്ങിൻ്റെ കടക്കിരിക്കൂരാട്ടാ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ചിക്കൻ കാല് കഴുകാട്ടുണ്ട്. അപ്പം നോക്കിയാൽ ഇത് ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് ഇങ്ങനെ മൂടി വയ്ക്കും. ഒന്നാമതായിട്ടൊന്ന് അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്, കുതിരാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇതേപോലെ കാവലിരിക്കും ഇവിടെ.
ഈ ചിക്കൻ കാലില് പച്ച കൊടുക്കാറില്ല, പക്ഷെ കാവലിരിക്കും അവര്, എന്താണെന്നറിയില്ല. ഇരുന്ന് ക്ഷീണിച്ചിട്ടുള്ള കെടുപ്പൊക്കെയാണ് ഈ കാണുന്നത്. കല്യാണിക്കുട്ടിയെ, അത് സുന്ദരിമണി, നമ്മുടെ ചിക്കൻ കാല് ലവഞ്ഞോ? എന്താ കിട്ടുവാ? അവിടെ അമ്മാമ്മയുണ്ട്, അമ്മാമ്മ തുറക്കുച്ചല്ലേ. മോനെ ക്ലാസ് കഴിഞ്ഞ് വന്നതാ, അപ്പൊ വിളിച്ചതാവൻ. നമ്മളോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ ചിക്കൻ കാല് എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കണേന്ന്. അപ്പോൾ അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ചിക്കൻ കാല് ഒരു 20 കിലോനേക്കാളും കൂടുതലുണ്ട്. അപ്പം നമ്മളിത് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കവറുകളിൽ വെക്കും. ഈ കവറിൽ വെക്കുമ്പോൾ തന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ കവറിൽ വെക്കുക. അതായത് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കി കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇവർക്ക് വേവിക്കാൻ എടുക്കില്ല, ഓരോ ദിവസം ആണ് എടുക്കുക. ആ എടുക്കുമ്പോൾ നമ്മളതൊന്നും കൂടി നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുക. കുക്കറിലിടുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വീണ്ടും ഈ കാല് വേവിക്കുക. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കാലൊക്കെ നമ്മൾ ഒരു വിസിലടുപ്പിക്കുള്ളൂ കേട്ടോ, കൂടുതലൊന്നുമില്ല, ഒറ്റ വിസിലടുപ്പിച്ച് ഓഫ് ചെയ്ത് വയ്ക്കും കുക്കർ. എന്നിട്ട് ഇവർക്ക് തിന്നാൻ കൊടുക്കണേക്കാളും മുന്നേ ഇവർക്ക് നെഗുണ്ട്, ആ നെഗ ഇവർക്ക് കൊടുക്കില്ല, നെഗ നമ്മൾ കളയും. അപ്പോൾ വേവിച്ചിട്ടാകുമ്പോൾ നെഗം കളയാൻ സുഖമാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പച്ചല തന്നെ ഇപ്പോൾ തന്നെ വെട്ടി കളഞ്ഞിട്ട് അങ്ങനെയും വെച്ചാലും മതി. പക്ഷെ ഞാൻ ചെയ്യാം, വെന്തതിന് ശേഷം നെഗെടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഇവർക്ക് കഴിക്കാൻ കൊടുക്കാട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ ഇതാ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടാ. ഇന്നത്തെ ഫുഡിനെ പറ്റി പറയാനില്ല, അത്ര അടിപൊളിയാ. നമ്മളെ ചീരത്തോര ഇപ്പം എപ്പോഴും ഉണ്ട് കേട്ടാ, അതതിൻ്റെ ഒരു വർഷകാലം കഴിഞ്ഞ വരെ ഉണ്ടാവും. മഴ തുടങ്ങിയ ചീര പിന്നെ നന്നാവില്ലല്ലോ. ഇത് ചേനപ്പൂവല്ലേ? ചേനപ്പൂ. പിന്നെ അയിലക്കറി ഉണ്ട്. ചേനപ്പൊക്കെ നല്ല ടേസ്റ്റില്ലേ അമ്മേ? ഞങ്ങൾ 2 ദിവസം അടുപ്പിച്ച് ചേനപ്പൂ കേട്ടാ. അതിന്റെ സമയം കഴിഞ്ഞു തുടങ്ങി, കഴിക്കാൻ പോവാ. ചേട്ടൻ കഴിക്കാൻ പോവാ. ചാറ് വയ്ക്കണം നമുക്ക് കുറച്ചുകൂടി ഇരുമ്പുളിയായിട്ട്. കറികളൊക്കെ എന്നത്തെപ്പോഴും സൂപ്പർ തന്നെ. അമ്മയും കൂടി ഉള്ള കാര്യം ഇപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കുമ്പോഴേ അതിലൊരു സുഖം ഉണ്ട് കേട്ടാ. കാരണം മറ്റും ഞാൻ ഷായിട്ടും മാത്രം വെക്കുക കഴിക്കുക അങ്ങനെയല്ലേ. അപ്പോൾ അമ്മയും കൂടി ഉള്ളപ്പോൾ എന്താണാവല്ലേ ഷായിട്ടാ. പിന്നെ അമ്മ ഒപ്പം നിൽക്കല്ലേ, അപ്പോൾ വേഗം വേഗം ഇങ്ങനെ കറികളാവാനും ഒക്കെ എളുപ്പമാണ്. അതെ, ഞാൻ അമ്മേനും കൊണ്ട് ഇന്നുണ്ടല്ലോ നമ്മുടെ കൺമണിക്കുട്ടിയുടെ നീന്തൽ, അതായത് അവളെ നീന്തൽ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ ആ പഠിച്ചിരുന്ന കുട്ടികൾ തമ്മിലുള്ള ചെറിയ രീതിയിലൊരു മത്സരം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അമ്മേനും കൂടി കൊണ്ടുപോകണം അങ്ങോട്ട്, കാരണം അമ്മയ്ക്കും ആ സ്ഥലമൊക്കെ ഒന്ന് കാണാമല്ലോ. അതായത് നമ്മുടെ കുട്ടല്ലൂർ റീജൻസി ക്ലബ്ബിലാണ് ഈ പരിപാടി നടക്കുന്നത്. പരിപാടി എന്ന് വെച്ചാൽ അവിടെയാണ് അവിടെ നീന്തൽ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ തന്നെയുള്ള ചെറിയ രീതിയിലുള്ള വലിയ മത്സരമൊന്നുമല്ല, കുട്ടികളുടെ ഇടയിലുള്ള ഒരു സന്തോഷത്തിൽ അവർക്കൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്നുണ്ടല്ലോ, ആ രീതിയിൽ നടത്തണമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റീജൻസി ക്ലബ്ബ് കുട്ടല്ലൂരത്തെ. അപ്പോൾ ഇവിടേക്ക് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇതാ കൺമണിക്കുട്ടി ഇതേ വന്ന് ഇറങ്ങി അവർ. ഞങ്ങൾ നേരത്തെ എത്തി, എല്ലായിടത്തേക്കും നമ്മൾ നേരെ വീട്ടിൽ വരാറ്. ഇന്നിപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടാ. അപ്പോൾ ഷായിട്ട് എന്നെ ഇവിടെ ഇറക്കിപ്പോയി. അപ്പോൾ ഞാൻ തന്നെയാണ് ഇനി ക്യാമറ പിടിക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ കൺമണിക്കുട്ടി ആവണി. കൺമണി ഹായ് ഹായ് പറഞ്ഞേ. സ്വിമ്മിങ് സൂട്ട് ഇതിട്ടിട്ടല്ലേ പൊന്നെ നീന്താ. അപ്പോൾ ഇനി എപ്പോഴും തുടങ്ങാമെന്നൊന്നും അറിയില്ല കേട്ടാ. ഞങ്ങൾ എത്ര 2:30 ആകുമ്പോൾ തുടങ്ങും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൺമണിക്കുട്ടി നീന്തൽ പിടിച്ച സ്വിമ്മിംഗ് പൂള്. 50 മീറ്ററാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടിട്ടാണ്. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ വലിയ അധികം പേരൊന്നും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളാണോ ഫസ്റ്റ് വന്ന് നോക്കണേന്ന് തോന്നുന്ന പോലെയായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം അവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൺമണിക്കുട്ടി അവളുടേതായ കാര്യങ്ങളൊക്കെ ഇതാ ചെയ്ത് തുടങ്ങി. അതായത് തല നനയാതിരിക്കാനും കണ്ണിലേക്ക് വെള്ളം പോകാതിരിക്കാനും ഉള്ളതും അങ്ങനെ എല്ലാ സെറ്റിങ്സും അവൾ തന്നെ ചെയ്യൂട്ടെ. നമ്മൾ ആരും ചെയ്ത് കൊടുക്കുന്നു വേണ്ട. നല്ല മെടുക്കി കുട്ടിയാണ്. എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ കൺമണിക്കുട്ടി ഇപ്പോൾ പഠിച്ചു കൂട്ടാം. അപ്പോൾ ഇതാ ഞാനൊരു ഫോട്ടോയ്ക്ക് ഫേസ് ചെയ്യാൻ വന്നപ്പോൾ നിന്നാട്ടെ എൻ്റെ അടുത്തേക്ക്. പിന്നെ ഇതാ മഴ തൂളി തുടങ്ങി. അപ്പോൾ ശരിക്കും ടെൻഷൻ അടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ മഴ പെയ്യാവുന്നു. കാരണം നല്ല ഇരുട്ട് കൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ അങ്ങോട്ട് പെയ്യാണ്ട് പോയിട്ടാണ്. അപ്പോൾ കൺമണിക്കുട്ടിയുടെ ഫ്രണ്ടിനെ കാണാനില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ള കൺമണിക്കുട്ടിക്ക്. പിന്നെ അവൾക്ക് അങ്ങനെ വേറെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് കേട്ടോ കുട്ടികളൊക്കെ വന്നത്. അങ്ങനത്തെ ആ മത്സരമൊക്കെ തുടങ്ങേണ്ട ഒരു സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർ വരെ ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരും മത്സരം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൺമണിക്കുട്ടി ഇതാ മത്സരത്തിന് പോകാനായിട്ട് ഇതാ കുട്ടികളൊക്കെ ഇത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞൊരു മത്സരമല്ല, കുട്ടികൾക്ക് അവർ അത്രയും നാൾ നീന്തൽ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ വെറുതെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ കൺമണിക്കുട്ടിയുടെ നീന്തലായിട്ടതാ വൈറ്റ് ബനിയൻ ഇട്ടിട്ടുള്ളതാട്ടോ നമ്മുടെ കൺമണിക്കുട്ടി. Yes, good. Kick. അങ്ങനെ നമ്മുടെ കൺമണിക്കുട്ടി 50 മീറ്റർ നീന്തിയിട്ട് അവളാട്ടോ ഫസ്റ്റ് അവരുടെ ഈ ഒരു ടീമിൽ. ടീച്ചർ ഇവരൊപ്പം നീന്തും കേട്ടോ. കുട്ടികളായ കാരണം അതായത് ഇത്തിരി പ്രാക്ടീസ് കുറവുള്ള കുട്ടികളുടെ കൂടെ നിൽക്കും ചെയ്യും അവർ. ഇന്ന് നമ്മളെ ഈ പറമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇന്ന് ആ പറമ്പിലായിരുന്നു. അപ്പം നമുക്കിവിടെ അബിയൊക്കെ ഉണ്ട് പൊട്ടിക്കാനായിട്ട്. അബിയു വീണ് പോയി എന്താവോ നോക്കട്ടെ. വീണ് പോയിട്ടില്ല, നിൽക്കണുണ്ട് ഭാഗ്യം. അപ്പം നമുക്ക് പൊട്ടിച്ചിട്ട് കേട്ടാ. അബിയെ മുകളിൽ നിൽക്കണേട്ടാ, ചാക്കട്ടെ ഞാൻ. ഇവിടെ ചോട്ടിൽ വരണുണ്ട്. അയ്യോ, ഞാൻ പൊട്ടിക്കാൻ നോക്കുമ്പോഴേക്ക് വീണു. ഭാഗ്യം നമ്മൾ ഇന്ന് വന്നത്. നാളേക്കാണെങ്കിലോ ഞാനത് കാരണം നീന്തലിൻ്റെ അവിടെ നിന്ന് വന്ന വഴിക്ക് ഇങ്ങോട്ട് പോന്നു. കൈ കൊണ്ട് കിട്ടില്ല, പതുക്കെ ഒരു വടി എടുത്തിട്ട് തട്ടിയാലോ എന്ന് ആലോചിക്കണേ. അത് മതി, ഒരു വടി എടുത്തിട്ട് പതുക്കെ തട്ടാം. ഇപ്പം ഇത് താഴെ വീണില്ല, അതേപോലെ അതും വീണിട്ടെ. അല്ലാണ്ട് എന്താ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ തോട്ടി കൊണ്ടുണ്ടതായിരുന്നു. ഞാൻ നമ്മുടെ കൊള്ളിത്തറി എടുക്കട്ടെ പറഞ്ഞു. ഞാൻ നിലത്ത് വേണ്ട കയ്യിൽ ക്യാച്ച് ചെയ്തു കേട്ടാ. പിന്നെ പറഞ്ഞു താഴെ തന്നെയാ. അപ്പൊ നമുക്ക് 4 അബിയു കിട്ടിയ ഉറുമ്പ്.
കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ നടക്കണം. ഇനി നമ്മുടെ വെണ്ടക്കായ പൊട്ടിക്കാം. നമ്മുടെ ഈ ചുവപ്പ് വെണ്ടയില്ലേ, ഈ ചുവപ്പ് വെണ്ട മറ്റേതാ ഒരു വെണ്ട ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. നമ്മൾ വിത്തൊന്നും നിങ്ങൾ നിർത്താറില്ല, പക്ഷെ ഇതിൻ്റെ ഒരു ഭംഗിയാണ് ഇട്ട് ഞാൻ നിർത്തുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും വെണ്ടക്കായ് പൊട്ടിച്ചുട്ടാ. ഇനിയിപ്പോൾ നമുക്ക് അധികമൊന്നും ഞാൻ പറമ്പിൽ ചെയ്യാൻ നിൽക്കണില്ല, നേരില്ല, സമയം കുറച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേനപ്പൂ കൂടി പൊട്ടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഒരു ചെറിയൊരു ചേനപ്പൂ പാട്ടോ നമുക്ക് മുറിക്കാനുള്ളത്. അത് മഴ പെയ്യുന്ന കാരണേ മണ്ണ് തെറിച്ചു, പുറത്തിലേക്ക് വയ്ക്കണില്ല. ഞാൻ കാരണം ഞാൻ കൈ പിടിക്കാം. പിന്നെ നോക്കിയാൽ എൻ്റെ വിറക് മഴ കൊണ്ടു വെട്ടൊടിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ച് വെച്ചത്, അതൊക്കെ മഴ കൊണ്ട് നനഞ്ഞു. ഇപ്പം നമുക്ക് വീട്ടിൽ പോവാട്ടാ. അപ്പം നോക്കി ചെറിയ ചേനപ്പൂ, ഇത്ര പോകുന്ന ചേനപ്പൂ വേണ്ട ഞങ്ങൾക്ക് ശരിക്കും കറി വയ്ക്കാനായിട്ട് ഒരു തോരൻ വയ്ക്കുക. വലുത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് വയ്ക്കുക. പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്യും പകുതി. അപ്പൊ നമ്മളോട് എല്ലാ വട്ടാപ്പിയും പൊട്ടിക്കുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ്, എങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉൾവശം എങ്ങനെയാന്നുള്ളത് കേട്ടോ. അപ്പൊ അഭിയോന് കട്ട് ചെയ്യാനൊരു വശമുണ്ട്, അത് ശരിക്കും ഒരു ഷായറ്റിനാണ് ഇവിടെ കട്ട് ചെയ്ത് തരുന്നത് ഞങ്ങൾക്ക്. അതിൻ്റെ ഉള്ളിലൊരു പുല്ലുണ്ട്, ആ പുല്ല് മുറിക്കാണ്ട് ഷായറ്റിനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കും. കണ്ടോ കുരു മുറിച്ചിട്ടില്ല, അന്ന് സ്ഥലത്ത് ഒരു പൊളിച്ചെടുക്കും ഷായിട്ട്. എണ്ണം കൂടുതലുണ്ടല്ലോ, എന്താ നമുക്ക് ഇങ്ങനെ കോഴി തിന്നാം. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പണന്നങ്ങിന്റെ ഒക്കെ ടേസ്റ്റ് ഇല്ലേ, അത് അല്ലേ കഴിക്കിന്റെ ടേസ്റ്റ്. നല്ല രസമാണ് അല്ലേ, നല്ല രസമായിരിക്കും. കരിക്കഞ്ഞിയുണ്ട്, പനങ്ങഞ്ഞിയുണ്ട്, ശരിക്കും അങ്ങനെയാ. നല്ല രസം കാണാൻ. ഞാൻ 2 മുറിച്ചോളെ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ശോഭമാളിൽ വന്നു. അപ്പോൾ അതായത് നമ്മൾ വന്നത് മെയിനായിട്ട് നമ്മുടെ കൺമണിക്കുട്ടി വിന്നറായല്ലോ, പിന്നെ ഇവിടെ അമ്മയ്ക്ക് ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മോൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൃശ്യം 3 സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ശോഭമാളിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഷോ തന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അതൊരു രസമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് സമയമൊക്കെ ആയിട്ട് നമുക്ക് ചിലവഴിക്കുന്ന ടൈമേ കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോനും അതേപോലെ തന്നെ 3ാമത്തെ ചേട്ടൻ്റെ മകനൊക്കെ ഉണ്ടിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് കൂടുതൽ തന്നെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ ദൃശ്യം 3 കാണാൻ പോവാട്ടോ. എന്തായാലും ഫസ്റ്റ് ഷോ കാണുന്നതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ദൃശ്യം 1ഉം 2ഉം നമ്മൾ ഒത്തിരി ടെൻഷൻ അടിച്ചിരുന്ന് കണ്ട ഒരു ഫിലിമായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും കാണുമ്പോഴും കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഈ സിനിമ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.